നൽകുന്ന പ്രോംപ്റ്റിൽ ഹഗ് എന്ന വാക്കുള്ള ജെമിനി ചിത്രങ്ങളാണ് അധികമായി നിർമ്മിക്കപ്പെടുന്നതെന്ന് കഴിഞ്ഞ ദിവസം രസകരമായ നിരീക്ഷണം വന്നിരുന്നു. സൃഷ്ടിക്കപ്പെടുന്ന ചിത്രങ്ങളെക്കാൾ തിളക്കമുള്ള കെട്ടിപ്പിടുത്തവും ഉമ്മവപ്പും ഇന്നലെ ഐക്യരാഷ്ട്രസഭയിൽ ലോകം കണ്ടു. രണ്ട് ഇടതുപക്ഷക്കാരുടെ തെളിമയുള്ള സ്നേഹം, രാഷ്ട്രീയമായ സന്തോഷം. ലോകത്തിന് പ്രത്യാശ നൽകുന്നൊരു രംഗമാണ് 65-കാരന് നെറുകയിൽ ചുംബിക്കുന്നൊരു 80-കാരൻ. മുൻപ് യൂസഫ് തരിഗാമിയെ സന്ദർശിച്ച സീതാറാം യെച്ചൂരി നൽകിയ ആലിംഗനം പോലെ. കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ ശേഷം കേന്ദ്രം തരിഗാമിയെ വീട്ടുതടങ്കിലാക്കിയ സമയമായിരുന്നു അത്. ഒരാളും കാശ്മീരിലെത്താതിരിക്കാൻ കേന്ദ്രം പണിപ്പെട്ട നേരത്താണ് ജനറൽ സെക്രട്ടറി യെച്ചൂരി എത്തിയത്. അതിനുശേഷമാണ് ആരോഗ്യാവസ്ഥ മോശമായിരുന്നു തന്നെ ഡൽഹിയിലെത്തിച്ച് ചികിത്സ നൽകിയത്. ലോകം കശ്മീരിന്റെ അവസ്ഥ കേട്ടത് യെച്ചൂരിയിലൂടെയാണ്. തരിഗാമി പിന്നീട് യെച്ചൂരി അനുസ്മരണത്തിൽ ഓർത്തെടുക്കുന്നുണ്ട്. ഇസ്രായേലിനെതിരായ പ്രസംഗത്തിന് പിന്നാലെ കൊളംബിയൻ പ്രസിഡന്റായ ഗുസ്താവോ പെട്രോയുടെ നെറുകയിൽ ചുംബിക്കുന്ന ബ്രസീലിയൻ പ്രസിഡന്റ് ലുലാ ഡ സിൽവയുടെ രംഗം അത്തരത്തിലാണ് തോന്നിയത്. മെഡിറ്ററേനിയൻ കടലും ഇസ്രായേൽ സൈനിക ശക്തിയും ചുറ്റുവരഞ്ഞ പ്രദേശമാണിന്ന് ഗാസ. നരകമെന്നൊരു സങ്കല്പത്തേക്കാൾ മോശമായതും അനുദിനം ചെറുതായിക്കൊണ്ടിരിക്കുന്നതുമായ ലോകം. ബോംബാക്രമണത്തിലും പട്ടിണിയിലും നിലവിളിക്കുന്നൊരു ജനത. മാറുന്ന കാലാവസ്ഥയോ അപ്രത്യക്ഷമാകുന്ന മനുഷ്യരെയോ മനസ്സിലാകാത്തൊരു നാട്. ഇത്തരത്തിൽ കൊന്നു തീർക്കുന്ന ഇസ്രായേലിനെ നവനാസികളെന്നാണ് കൊളംബിയൻ പ്രസിഡന്റ് പെട്രോ വിളിച്ചത്. പലസ്തീനെ മോചിപ്പിക്കുന്നതിനായി ഏഷ്യൻ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി ഒരു അന്താരാഷ്ട്ര സൈനിക സേന രൂപീകരിക്കണമെന്നും ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കൊണ്ടുപോകുന്ന ഒരു കപ്പലിനെയും കടന്നുപോകാൻ അനുവദിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പലസ്തീനിൽ നടക്കുന്നത് ഹോളോകോസ്റ്റിന് സമാനമാണെന്നും പെട്രോ വ്യക്തമാക്കി. പറ്റാവുന്നത്ര തീവ്രമായ ഭാഷയിൽ തല ഉയർത്തി നിവർന്നു നിന്ന് തന്നെ. പ്രസംഗശേഷം പെട്രോ തൻ്റെ ഇരിപ്പിടത്തിലേക്ക് മടങ്ങി. തുടർന്നാണ് ലുലാ ഡ സിൽവ ഇരിപ്പിടത്തിനടുത്തെത്തി പെട്രോയുടെ തലയിൽ ചുംബിച്ചത്. ആരാണ് ഗുസ്താവോ പെട്രോ? ആരാണ് ലുലാ ഡ സിൽവ? ഇന്ത്യയിലേക്ക് കുടിയേറ്റക്കാരെ US വിമാനത്തിൽ കൈവിലങ്ങണിയിച്ചു കൊണ്ടുവന്ന ചിത്രം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇന്ത്യ അതിൽ കാര്യമായ പ്രതിഷേധമൊന്നും രേഖപ്പെടുത്തിയില്ല. എന്നാൽ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ എത്തിയവരെ തിരിച്ചയച്ചു. വൻ നികുതി ചുമത്തിയും ഉപരോധവും യാത്രാവിലക്കും വെച്ചും ട്രംപ് ഇതിനെ നേരിട്ടു. എന്നാൽ പെട്രോ ഭീഷണിക്ക് വഴങ്ങിയില്ല. തിരിച്ച് നികുതി ഏർപ്പെടുത്തി. സ്വന്തം വിമാനം അയച്ച് തങ്ങളുടെ പൗരന്മാരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചു. ശേഷം ദീർഘമായ കുറിപ്പെഴുതി. ഞങ്ങളെ കീഴ്ജാതിക്കാരായാണ് മിസ്റ്റർ ട്രംപ് നിങ്ങൾ കണക്കാക്കുന്നത്. അതിത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനെന്നല്ല ഒരു കൊളംബിയക്കാരനും താഴ്ന്ന വംശക്കാരനല്ല. അതിനാൽ തന്നെ ഞങ്ങൾ കീഴടങ്ങാൻ പോകുന്നില്ല. താങ്കൾ വേണമെങ്കിൽ സാമ്പത്തിക ശക്തിയും അഹങ്കാരവും കൊണ്ട് ഒരു അട്ടിമറിക്ക് ശ്രമിച്ചോളൂ. ഞാൻ ഇവിടെ തന്നെ മരിക്കും. അതിക്രമങ്ങളെയാണ് ഞാൻ ചെറുത്തു നിന്നത്. താങ്കളെയും ചെറുക്കും. കൊളംബിയ കയൽപ്പക്കത്ത് എനിക്ക് അടിമകളെ ആവശ്യമില്ല. ഒരുപാട് അടിമകളുണ്ടായിരുന്നു ഇവിടെ. അവരെല്ലാം സ്വയം സ്വതന്ത്രരാവുകയും ചെയ്തു. കൊളംബിയക്കരികിൽ സ്വാതന്ത്ര്യ പ്രേമികളെയാണ് എനിക്ക് വേണ്ടത്. കൊളംബിയ ലോകത്തിൻ്റെ ഹൃദയമാണ്. താങ്കൾക്കത് ഉൾക്കൊള്ളാനാവില്ല. മഞ്ഞ ചിത്രശലഭങ്ങളുടെയും റൊമഡിയോസ് ദി ബ്യൂട്ടിയുടെയും നാടാണിത്. താങ്കൾ എന്നെ കൊന്നാലും അമേരിക്കയിൽ താങ്കൾക്ക് മുന്നിൽ കഴിയുന്ന എൻ്റെ ജനങ്ങൾക്കിടയിൽ ഞാൻ ജീവിക്കും. കാറ്റിൻ്റെയും പർവ്വതങ്ങളുടെയും കരീബിയൻ സമുദ്രത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ജനതയാണ് ഞങ്ങൾ. ഇത്തരത്തിലെഴുതിയ ധീരനാണ് 65-കാരനായ പെട്രോ. ദീർഘനാൾ അന്യായമായി ജയിൽവാസം അനുഭവിച്ചയാളാണ് ബ്രസീലിൻ്റെ ലുലാ ഡ സിൽവ. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് യുദ്ധമല്ലെന്നും വംശഹത്യയാണെന്നും നിരപരാധികളായ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെയാണ് കൊന്നെടുക്കുന്നതെന്നും എത്രയോ വട്ടം പറഞ്ഞയാൾ. ബ്രസീലിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവവർധനം ഏർപ്പെടുത്തിയ ട്രംപിന്റെ പ്രഖ്യാപനത്തെ തള്ളിയിരുന്നു ലുല. ബ്രസീൽ ഒരു പരമാധികാര രാഷ്ട്രമാണെന്നും അതിൻ്റെ ജനാധിപത്യ നീതിന്യായ പ്രക്രിയകളിൽ ബാഹ്യ ഇടപെടൽ അനുവദിക്കില്ലെന്നും ക്ലിയർ കട്ടായി പറഞ്ഞു അദ്ദേഹം. ഒരുപക്ഷെ ഇന്ത്യക്ക് സാധിക്കാഞ്ഞതുപോലെ. ദേശീയ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അപഹരിക്കുന്ന ഇടപെടലുകൾക്കോ ഭീഷണികൾക്കോ ബ്രസീൽ വിധേയപ്പെടില്ലെന്നും കൂടി പറഞ്ഞയാളാണ് ഈ 80-കാരൻ. 2023 ഇസ്രായേൽ പാലസ്തീൻ ജനതയ്ക്കുമേൽ ഏകപക്ഷീയമായ വംശഹത്യ ആരംഭിച്ചതു മുതൽ 50,000-ഓളം കുട്ടികൾ കൊല്ലപ്പെടുകയോ പരിക്കേറ്റ് ചികിത്സ തേടുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് യുണിസെഫിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ വികലാംഗരാക്കപ്പെട്ട കുഞ്ഞുങ്ങളുള്ളത് ഗാസയിലാണ്. ഹിന്ദ് റജബ് എന്ന 6 വയസ്സുകാരുടെ ശരീരത്തിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തിന്റെ 300-ലധികം വെടിയുണ്ടകളാണ് കണ്ടെടുത്തത്. ഇനി ഒരാളും ഈ മണ്ണിൽ അവശേഷിക്കരുതെന്നതിനപ്പുറം ഭാവിയിൽ പലസ്തീനി മനുഷ്യർ ഉണ്ടാവാനേ പാടില്ലെന്ന ഇസ്രായേലിന്റെ തീരുമാനമാണ് കുഞ്ഞുങ്ങളുടെ ഉയരുന്ന മരണസംഖ്യ വ്യക്തമാക്കുന്നത്. ദുരിതജീവിതം പേർന്നവർക്ക് പിന്തുണ നൽകേണ്ടത് ലോകമൊന്നാകെയാണ്. ആ സന്ദേശമാണ് പെട്രോയും ലുലയും പങ്കുവച്ചത്.